Hi, welcome back to Learning Notes. So, KTU BTech 2024 Scheme Group A Discrete Mathematics Module 1 Principle of Inclusion and Exclusion ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, സോ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ PIE ഇതെന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ സെറ്റിന്റെ യൂണിയൻ അതിന്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ഇതിന് എന്തിനാണ് ഇങ്ങനെ ഒരു മെത്തേഡ്? നമ്മൾ നേരത്തെ ഓൾറെഡി സൈസ് ഓഫ് എ സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മൾട്ടിപ്പിൾ സെറ്റിന്റെ യൂണിയനാ. അപ്പൊ അവിടെ ഡബിൾ കൗണ്ടിങ്, ഓവർലാപ്പ് ഒന്നും വരാതിരിക്കണം. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനറ്റോറിയൽ മെത്തേഡ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ ഹു ഓൺ എ ഡോഗ് ഓർ എ കാറ്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ ഡോഗ് ഓണേഴ്സിന്റെയും ആഡപ്പ് ചെയ്യാം, എന്നിട്ട് ഓൾ കാറ്റ് ഓണേഴ്സിനെ അതിന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള വഴികളിലൂടെയാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് അത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ അധികം സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ സെറ്റ് സൈസ് ആഡ് ചെയ്യണം. അതിനുശേഷം സബ്ട്രാക്ട് ദ സൈസ് ഓഫ് പെയർ വൈസ് ഇന്റർസെക്ഷൻ ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ്. അതായത് പെയർ വൈസ് ഇന്റർസെക്ഷൻ വരുന്നതിന് നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യണം. അഗെയിൻ ആഡിങ് ബാക്ക് ദ സൈസ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ദ ത്രീ സെറ്റ്. അതായത് നമ്മൾ ഇത് ഇവിടെ എന്താ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ യൂണിയൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഒരെണ്ണത്തിൽ വന്നത് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതില്ലല്ലോ. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ A യൂണിയൻ B യൂണിയൻ C, നമ്മൾ യൂണിയൻ ഇന്റർസെക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അപ്പൊ രണ്ടിലും എലമെന്റ്സ് വരികയാണെങ്കിൽ നമ്മൾ അത് ഒരു പ്രാവശ്യമല്ലേ എഴുതുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഡബിൾ കൗണ്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർത്ത് സെറ്റില് ഉള്ള ഇന്റർസെക്ഷൻ വരുന്നത് അതിന്റെ സൈസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ പ്രാവശ്യം നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് മിസ് ഔട്ട് ചെയ്ത് പോകാനും പാടില്ല. അത് പിന്നെ ഇങ്ങനെ അടുത്തതായിട്ട് ചെയ്ത് വരിക ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫോർമുല ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷന്റെ ഫോർമുലയാണ്, ജനറലൈസ്ഡ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇപ്പൊ n സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ A1 A2 എക്സെട്ര AN. ഓക്കെ, ജനറൽ ഫോർമുല. അപ്പോ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര AN, ഇതിന്റെ കാർഡിനാലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ I is equal to 1 to n size of AI. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. The first term sums the sizes of all individual set. ഓരോ സെറ്റിന്റെയും സൈസ് ആദ്യം എന്ത് ചെയ്യും? സമ്മേഷൻ എടുക്കും. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ടേം എന്താണെന്ന് നോക്കാം. The second term subtracts the sizes of all pairwise intersection. Pairwise intersection വരുന്നതിന്റെ സൈസ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഇവിടെ നോക്കൂ, രണ്ടാമത്തെ ടേം, ഇതാണ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത്. പെയർ വൈസ്, അതായത് AI ഇന്റർസെക്ഷൻ AJ, അങ്ങനെ ഓരോന്നിന്റെയും അവിടെ നമ്മൾ 1 ലെസ് ദാൻ ഈക്വൽ ടു I ലെസ് ദാൻ ഈക്വൽ ടു J ലെസ് ദാൻ ഈക്വൽ ടു N കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പെയർ വൈസ് കിട്ടും. അങ്ങനെ ഇന്റർസെക്ഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം എടുത്തിട്ട് അതിൽ കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ, അതിന്റെ സൈസ് അത് സബ്ട്രാക്ട് ചെയ്യും. ഇനി തേർഡ് ടേം എന്താ ചെയ്യുന്നത്? തേർഡ് ടേം adds back the sizes of all three-way intersection. Three-way intersection, അതായത് AI AJ AK അങ്ങനെ മൂന്നെണ്ണം എടുത്തിട്ട് അതിന്റെ സൈസിനെ ആഡ് ചെയ്യും. കാരണം നമ്മൾ എല്ലാ രണ്ടാമത്തെ പെയർ വൈസ് ഇന്റർസെക്ഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പോകും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ-വേ ഇന്റർസെക്ഷൻ വരുന്നതിന്റെ സൈസിനെ ആഡ് ചെയ്യാം. ദിസ് ഓൾട്ടർനേറ്റിംഗ് പാറ്റേൺ ഇത് കണ്ടിന്യൂ ചെയ്ത് വരും. അത് സൈൻസ് ചേഞ്ച് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മൈനസ് ചെയ്യുക, പ്ലസ് ചെയ്യുക, അങ്ങനെ അൺടിൽ ദ ഇന്റർസെക്ഷൻ ഓഫ് ഓൾ n സെറ്റ്സ് റീച്ച് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് എ ഫോർമുല ഫോർ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ. ഇത് ജനറൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഞാനൊരു 3-4 പ്രോബ്ലംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 3-4 പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു പിക്ചർ മനസ്സിലാവും. പക്ഷെ ജനറലൈസ്ഡ് ആയിട്ട് എങ്ങനെയാണ് അതിന്റെ ഫോർമുല എഴുതുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിന് മുന്നേ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മൾ n സെറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. 2 സെറ്റ് വരുമ്പോഴും 3
സെറ്റ് വരുമ്പോഴും എന്താണ് ഫോർമുല എന്നുള്ളത് കൂടി ഒന്ന് പഠിക്കാം. അപ്പൊ രണ്ട് സെറ്റ് വരുമ്പോ, രണ്ട് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് എ ആൻഡ് സെറ്റ് ബി. അപ്പൊ എ യൂണിയൻ ബിയുടെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് സൈസ് ഓഫ് എ പ്ലസ് സൈസ് ഓഫ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ. ഓക്കെ, എ എന്ന് പറയുന്നത് ഇസ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ ആൻഡ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബോത്ത് സെറ്റ് എ ആൻഡ് എയിലും ബിയിലും ഉള്ളതിന്റെ. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഫോർമുല ഫോർ 3 സെറ്റ്. 3 സെറ്റ് ആണെങ്കിൽ, അതായത് എയും ബിയും സിയും വന്നു കഴിഞ്ഞാൽ എ യൂണിയൻ ബി യൂണിയൻ സിയുടെ സൈസ് എന്ന് പറയുന്നത്, സൈസ് ഓഫ് ദ യൂണിയൻ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ സൈസ്, എയുടെ ബിയുടെ അതേപോലെ സിയുടെ ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൈസ് ആദ്യം ആഡ് ചെയ്യുന്നു. പിന്നെ മൈനസ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ സി മൈനസ് ബി ഇന്റർസെക്ഷൻ സി, ഓരോന്നിന്റെയും ഇന്റർസെക്ഷൻ വരുന്നത് മൈനസ് ചെയ്യുന്നു, പ്ലസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ 3 ആവുമ്പോൾ അവിടെ നിൽക്കും. ഓക്കെ, പിന്നെ എന്താണ്, അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്പർ ഓഫ് സെറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ 2 സെറ്റും 3 സെറ്റും വരുമ്പോ എങ്ങനെയാ വരുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കപ്പോ ഒരു പ്രോബ്ലം നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് 100 സ്റ്റുഡൻസ്, 100 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്, അതില് 60 സ്റ്റഡി മാത്സ്, 60 പേര് മാത്സ് പഠിക്കുന്നു. 45 സ്റ്റഡി സയൻസ്, 45 പേര് സയൻസ്. 20 സ്റ്റഡി ബോത്ത് മാത്സ് ആൻഡ് സയൻസ്, 20 പേര് മാത്സും സയൻസും പഠിക്കുന്നു. സോ ഇവിടെ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി സ്റ്റുഡൻസ് സ്റ്റഡി എയ്തർ മാത്സ് ഓർ സയൻസ്. മാത്സോ സയൻസോ പഠിക്കുന്നവരുടെ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എയുടെ സൈസ് ആണ് ഈ 60 എന്ന് പറയുന്നത് അല്ലെ? എയുടെ സൈസ് ആണ് 60. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എയുടെ സൈസ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ മാത്സ് എന്നുള്ള സെറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ബി എന്ന് പറയുന്നത് സയൻസ് എന്നുള്ള സെറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോ മാത്സ് ആൻഡ് സയൻസ് ആണ് എ ഇന്റർസെക്ഷൻ ബി, മാത്സ് ഓർ സയൻസ് ആണ് എ യൂണിയൻ ബി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മാത്സ് എന്നുള്ളതാണ് നമ്മൾ എ ആയിട്ട് എടുത്തിരിക്കുന്നത്, അതേപോലെ സയൻസ് എന്നുള്ളതാണ് നമ്മൾ ബി ആയിട്ട് എടുത്തിരിക്കുന്നത്. എ ആൻഡ് മാത്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മാത്സ് ഓർ സയൻസ് എന്നുള്ളതായിരിക്കും എന്തായിട്ട് വരുന്നത്? എ യൂണിയൻ ബി. അപ്പൊ എ യൂണിയൻ ബിയുടെ സൈസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾ വരുമ്പോഴാണ് നമുക്ക് ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവുക. അപ്പൊ നോക്കൂ, ഇവിടെ എയുടെ സൈസ് 60 ആണ്, ബിയുടെ സൈസ് 45 ആണ്, എ ഇന്റർസെക്ഷൻ ബി 20 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബിയുടെ സൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ യൂണിയൻ ബിയുടെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കും? സൈസ് ഓഫ് എ പ്ലസ് ബി, then സൈസ് ഓഫ് ബി മൈനസ് of A intersection B, അതായത് 60 plus 45 minus 20, that is 85. Okay, അപ്പൊ 85 സ്റ്റുഡൻസ് ആണ് either maths or science പഠിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, either maths or science പഠിക്കുന്നത് നമുക്ക് എത്ര വരുന്നത്? 85. നോക്കൂ, ഇവിടെ 60 പേര് മാത്സ്, 45 പേര് സയൻസ്. നമുക്ക് വെറുതെ 60 45 കൂടി കൂട്ടിക്കഴിഞ്ഞാല് മാത്സ് ഓർ സയൻസ് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതിനകത്ത് സെയിം വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യമേ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത്, ഓവർലാപ്പ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഒരേ സാധനം തന്നെ കൗണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a survey of 120 people, 80 people like tea, 70 people like coffee, 50 people like both tea and coffee. How many people like either tea or coffee? Okay. So ഇവിടെ നോക്കാം, നമുക്ക് എ എന്നുള്ളത് ലൈക്ക് ടീ, ആ പീപ്പിളിന്റെ ഒരു സെറ്റ് ആയിട്ട് എടുക്കാം. പീപ്പിൾ ലൈക്ക് കോഫി ബി ആയിട്ട് എടുക്കാം. പീപ്പിൾ ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി എന്നുള്ളതാണ് എ ഇന്റർസെക്ഷൻ ബി. പീപ്പിൾ ലൈക്ക് either ടീ ഓർ കോഫി എന്നുള്ളതാണ് എ യൂണിയൻ ബി വരുന്നത്. അപ്പോ എയുടെ സൈസ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 80 തന്നിട്ടുണ്ട്. ബിയുടെ സൈസ് നമുക്ക് 70 തന്നിട്ടുണ്ട്. എ ഇന്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് പീപ്പിൾ ലൈക്ക് ബോത്ത് ടീ ആൻഡ് കോഫി, നമുക്ക് 15 തന്നിട്ടുണ്ട്. സോ എ യൂണിയൻ ബിയുടെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് size of A plus size of B minus size of A intersection B. 80 plus 70 minus 50, that is 100. 100 people like either tea or coffee. Okay. Okay, next problem. A company has 30 employees. 10 are assigned to task A, 15 to task B, and 5 are assigned to both. How many employees are assigned to at least one task? അപ്പോൾ ഇവിടെ നോക്കാം,
ടാസ്ക് എ അസൈൻ ചെയ്തവരെ നമ്മൾ എ ആയിട്ടും ടാസ്ക് ബി അസൈൻ ചെയ്തവരെ ബി ആയിട്ടും അസൈൻ ടു ബോത്ത് എന്നുള്ളത് എ ഇന്റർസെക്ഷൻ ബി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഹൗ മെനി എംപ്ലോയീസ് ആർ അസൈൻ ടു അറ്റ്ലീസ്റ്റ് വൺ ടാസ്ക് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമ്മള് എ യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിന്റെ എക്സ്പ്രഷൻ എഴുതുക. That is size of A plus size of B minus size of A intersection B. So 10 plus 15 minus 5, that is 20. So 20 employees are assigned to at least one task. Next one, in a university of 300 students, 150 students take maths, 120 students take physics, 100 students take chemistry, 80 students take both maths and physics, 60 students take both physics and chemistry, 50 students take both maths and chemistry, and 30 students take all the three subjects. So how many students are taking at least one subject? So ഇവിടെ നമുക്ക് എ ബി സി 3 സെറ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 സെറ്റിന്റെ എക്സ്പ്രഷൻ പഠിച്ചില്ലേ, അത് ഇവിടെ യൂസ് ചെയ്യണം. അപ്പൊ മാത്സ് എന്നുള്ളത് നമുക്ക് എ ആയിട്ട് കൺസിഡർ ചെയ്യാം, ദെൻ ഫിസിക്സ് എന്നുള്ളത് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം, ദെൻ കെമിസ്ട്രി എന്നുള്ളത് സി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ എയുടെ സൈസ് ആണ് 150, ബിയുടെ സൈസ് ആണ് 120, സിയുടെ സൈസ് ആണ് 100. ദെൻ മാത്സ് ആൻഡ് ഫിസിക്സ് എന്ന് പറയുന്നതാണ് 80, ദെൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ദാറ്റ് ഈസ് 60, ദെൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് വരുന്നത്. ഓക്കെ, സോറി, എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് മാത്സ് ആൻഡ് കെമിസ്ട്രി ആണ് വരുന്നത്, ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നതാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വരുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് എടുക്കണേ. എ ഒന്നുകൂടി പറയാം, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് മാത്സ് ആൻഡ് ഫിസിക്സ് ആണ്, മാത്സ് ആൻഡ് ഫിസിക്സ് 80, ദെൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് മാത്സും കെമിസ്ട്രി ആണ് വരുന്നത്, മാത്സും കെമിസ്ട്രിയും വരുന്ന എത്ര പേരാണ്? 50 ആണ് വരുന്നത്. ദെൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രി ആണ് വരുന്നത്. ഓക്കെ, സോ അതിന്റെ കൗണ്ടർ എടുക്കുക, ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നതിന്റെ കൗണ്ടർ എടുക്കുക, ദെൻ പ്ലസ് ഇത്രയും നമുക്ക് മൈനസ് ചെയ്യുക, പ്ലസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, അതായത് മാത്സും ഫിസിക്സും കെമിസ്ട്രി ഓൾ ദ 3 സബ്ജക്ട്സ് എടുക്കുന്നത് 30 ആണ് വരുന്നത്. സോ 150 plus 120 plus 100 minus 80 minus 60 minus 50 plus 30, we will get the answer as 210. So 210 students are taking at least one subject. So our concept മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.